വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രസ്ലെച്ചസ് പുഡിംഗ് ഉണ്ടാക്കിയാലോ. അപ്പം ഒരു ബൗളിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മധുരത്തിന് ആവശ്യമായത് അത് കൂട്ടിയും കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഒരു 3-4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സാക്കിയതിന് ശേഷം അത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബ്രെഡ് സ്ലൈസസ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഫില്ലായിട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്ന നമ്മുടെ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കവർ ചെയ്യാം, കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കുക. വീണ്ടും ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. ലാസ്റ്റായിട്ട് ഒരു ഡെക്കറേറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കാഷ്നട്ട് ഒന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തത് ഒന്ന് അതിൻ്റെ മുകളിലേക്ക് തൂക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സിമ്പിൾ പുഡിംഗാണ് നമ്മുടെ ട്രസ്ലെച്ചസ് പുഡിംഗാണ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കൊരു 1-1.5 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അടിപൊളി പുഡിംഗാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.